സ്വീകരിച്ച് നമ്മൾ അന്ധരായി മാറുന്നു. രാഷ്ട്രീയ നിലപാട് പറഞ്ഞ് ചന്തു സലീംകുമാർ. ഡൽഹിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി നടൻ ചന്തു സലീംകുമാർ. ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിൽ BJP വിജയിച്ചെന്നും പ്രതിപക്ഷമെന്ന നിലയിൽ അതിനെ തടയുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടെന്നും ചന്തു സലീംകുമാർ പറഞ്ഞു. ഭരണപക്ഷം പരാജയപ്പെട്ടാൽ നമ്മൾ അവരെ ചോദ്യം ചെയ്യണം, പ്രതിപക്ഷം പരാജയപ്പെട്ടാൽ അവരെയും ചോദ്യം ചെയ്യണമെന്നും ചന്തു ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞു. ഇന്ത്യ ഹിന്ദുക്കളുടേതല്ല, ഇന്ത്യ മുസ്ലിങ്ങളുടേതുമല്ല, ഇന്ത്യ ഇവിടുത്തെ ജനങ്ങളുടേതാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് ഒരു രാജ്യമല്ല, ജനങ്ങളെ സേവിക്കാനായി ജനങ്ങൾ തന്നെ ഉണ്ടാക്കിയ ഒരു ഉപകരണം മാത്രമാണത്. ചിലർ ഇതിനെ അരാഷ്ട്രീയം എന്ന് വിളിച്ചേക്കാം. എന്നാൽ എന്ത് സംഭവിച്ചാലും സ്വന്തം പാർട്ടിയെ ന്യായീകരിക്കുക എന്നത് മാത്രമാണ് രാഷ്ട്രീയമെങ്കിൽ അത് രാഷ്ട്രീയമല്ല, അത് അന്ധമായ അടിമത്തമാണ്. ഞാൻ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നു, എന്നാൽ അതിനർത്ഥം ഞാൻ ആ പാർട്ടിയുടെ അടിമയാകണമെന്നാണോ? കോൺഗ്രസ് ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഞാൻ നിശബ്ദനായിരിക്കണമെന്നാണോ? ഒരിക്കലുമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയോട് നമുക്ക് അന്ധമായ ഭ്രമം തോന്നുമ്പോൾ നമ്മൾ സാധാരണ പൗരന്മാരെ പോലെ ചിന്തിക്കുന്നത് നിർത്തുകയും അവരെ ന്യായീകരിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. നമ്മൾ അവരുടെ ഓരോ തെറ്റുകളെയും ന്യായീകരിക്കുന്നു, ഓരോ മോശം തീരുമാനങ്ങളെയും സംരക്ഷിക്കുന്നു. അങ്ങനെ സാവധാനം നമ്മൾ അന്ധരായി മാറുന്നു. ഇന്ത്യക്കാർ എന്ന നിലയിൽ നമ്മൾ ഒരു ലളിതമായ കാര്യം മറന്നുപോയി. നമ്മളാണ് രാഷ്ട്രീയക്കാരെ നിയമിച്ചത്, അല്ലാതെ അവർ നമ്മളെയല്ല. അവർ പൊതുസേവകരാണ്. അവർ നമുക്ക് വേണ്ടിയാണ് ജോലി ചെയ്യേണ്ടത്, അല്ലാതെ നമ്മൾ അവർക്കു വേണ്ടിയല്ല. അവർ നന്നായി ജോലി ചെയ്യുകയാണെങ്കിൽ അവരെ ബഹുമാനിക്കുക, ചെയ്യുന്നില്ലെങ്കിൽ ചോദ്യം ചെയ്യുക, തള്ളിക്കളയുക, വോട്ട് ചെയ്ത് പുറത്താക്കുക. ചന്തു സലീംകുമാർ പറഞ്ഞു. ജനങ്ങളെല്ലാം ഒന്നിച്ചു ചേർന്ന് നീതിക്കായി പ്രതിഷേധിക്കാൻ തുടങ്ങുമ്പോൾ ആ ആശയത്തെ എന്നേക്കുമായി തടഞ്ഞു നിർത്താൻ നിങ്ങൾക്കാവില്ല. നിങ്ങൾക്ക് ആളുകളെ അറസ്റ്റ് ചെയ്യാം, നിശബ്ദരാക്കാൻ ശ്രമിക്കാം, പ്രസ്ഥാനത്തെ തകർക്കാൻ ശ്രമിക്കാം. എന്നാൽ ജനങ്ങളുടെ ശബ്ദം അവഗണിക്കപ്പെടുന്നത് തുടരുകയാണെങ്കിൽ കാര്യങ്ങൾ അവിടെ അവസാനിക്കില്ല. അതൊരു വിപ്ലവമായി മാറും. വിപ്ലവം ശക്തമാകുമ്പോൾ സർക്കാരുകൾ വീഴുമെന്നാണ് ചരിത്രം കാണിക്കുന്നത്. ജനതാൽപര്യത്തേക്കാൾ വലിയൊരു സർക്കാരും ഇവിടെയില്ല. രാഷ്ട്രീയക്കാരെയല്ല, തത്വങ്ങളെ പിന്തുണയ്ക്കുക, പാർട്ടികളെയല്ല, നീതിയെ പിന്തുണയ്ക്കുക. പാർട്ടികൾക്കൊപ്പം നിലനിൽക്കുന്നതിന് മുമ്പ് ജനങ്ങൾക്കൊപ്പം നിലകൊള്ളുക. സർക്കാരുകൾ വരും പോകും, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും. എന്നാൽ ജനങ്ങൾ എപ്പോഴും ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും മുകളിലായിരിക്കും. ചന്തു സലീംകുമാർ പറഞ്ഞു.